നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്ര സമരങ്ങളെ അപഹസിക്കുന്നത് ഭൂഷണമല്ലെന്ന് കുറുക്കുളി മൊയ്തീൻ MLA. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പുരുഷ ഹോസ്റ്റലും അനധ്യാപക ക്വാർട്ടേഴ്സും ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കും. മെഡിക്കൽ കോളേജിൽ മന്ത്രി സന്ദർശനം നടത്തി. രാജ്യത്തിന്റെ ദേശീയ പൈതൃകത്തെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. മാലിന്യം റോഡിലൊഴുക്കിയ വാഹനത്തിനെതിരെ നടപടി. തിരൂർ നഗരത്തിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ട മത്സ്യം കയറ്റിവന്ന ഇൻസുലേറ്റർ വാഹനത്തെ പോലീസ് തടഞ്ഞു. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 5000-ലെത്തി. 5080 പേർക്ക് കോവിഡ്. ആകെ മരണസംഖ്യ 37,495 7908 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിൽ 203 പേർക്ക് രോഗബാധ. വിശദമായ വാർത്തകളിലേക്ക്. ചരിത്ര സമരങ്ങളെ അപഹസിക്കുന്നത് ഭൂഷണമല്ലെന്ന് കുറുക്കുളി മൊയ്തീൻ MLA അഭിപ്രായപ്പെട്ടു. സമരം അതിജീവനം നവോത്ഥാനം എന്ന പ്രമേയത്തിൽ SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ മലബാർ സമര കേന്ദ്ര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ സർക്കാർ വാഗൺ കൂട്ടക്കൊലയുൾപ്പെടെയുള്ള ചരിത്ര സമരങ്ങൾ അപഹസിക്കുന്നത് ഭൂഷണമല്ലെന്ന് കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. സമരം അതിജീവനം നവോത്ഥാനം എന്ന പ്രമേയത്തിൽ SKSF സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന മലബാർ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഭാഗമായി SKSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ മലബാർ സമര കേന്ദ്ര സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ 75ാം ആണ്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞതുപോലെ വാഗൺ കൂട്ടക്കൊലയിലും മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങണിച്ച കൂട്ടക്കൊലയാണ് വാഗൺ കൂട്ടക്കൊലയെന്നും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വരച്ച അതിന്റെ ചുമർ ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞത് ഏറ്റവും വില കുറഞ്ഞ നടപടിയായിരുന്നുവെന്നും കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ P. ശിവദാസൻ പറഞ്ഞു. വാഗൺ കൂട്ടക്കൊല സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും ജാലിയൻവാലാബാഗിന് സമാനമായ കൂട്ടക്കൊലയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിയാസ് കുൽക്കോളിയും അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുൾ റഷീർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നാസർ ഫൈസി കൂടത്തായി മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഭൂമികയിൽ എന്നതുപോലെ തന്നെ മലബാർ സമരഭൂമികയിലും ഇവിടുത്തെ മാപ്പിളമാരോടൊപ്പം മുസ്ലിം പോരാളികളോടൊപ്പം അവരോട് കൂടെ നിന്ന് തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരുപക്ഷെ അവരുടെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് നേതൃത്വം നൽകിയവരായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ. MP നാരായണ മോഹനെ പോലത്തെ ചെറുപ്പളശ്ശേരിയിലെ മോഴിപ്പുറത്ത് ബ്രഹ്മദത്ത് നമ്പൂതിരിയെ പോലത്തെ പ്രമുഖരായ പോരാളികൾ. KKS തങ്ങൾ വെട്ടിച്ചിറ, സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ, ഷെയ്ർ അൻവരി പുറങ്ങ്, കേടത്തിൽ ഇബ്രാഹിം ഹാജി, അനീസ് ഫൈസി മാവണ്ടിയൂർ, നൌഷാദ് ചെട്ടിപ്പടി, KK ഷാഫി മാസ്റ്റർ ആലത്തിയൂർ, ഷാഫി മാസ്റ്റർ ആട്ടീരി, അൻവർ സ്വാദിഖ് തിരൂർ, മുനീർ പറവണ തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പുരുഷ ഹോസ്റ്റലും അനധ്യാപക ക്വാർട്ടേഴ്സും ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കും. വനിതാ ഹോസ്റ്റലും അധ്യാപക ക്വാർട്ടേഴ്സും ജനുവരി 31-നകം തുറന്നു കൊടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ പുരുഷ ഹോസ്റ്റൽ, അനധ്യാപക ക്വാർട്ടേഴ്സ് എന്നിവയുടെ നിർമ്മാണം ഡിസംബർ 31-നകം പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയതായും വനിതാ ഹോസ്റ്റൽ, അധ്യാപക ക്വാർട്ടേഴ്സ് എന്നിവ ജനുവരി 31-നകം തുറന്നു കൊടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്താൻ പൊതുമരാമത്ത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ അവലോകനം ചെയ്തിട്ടുണ്ട്. അതില് കിറ്റ്കോയും അതുപോലെ PWDയുമാണ് നിലവിൽ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിക്കുന്നത്. അത് കിറ്റ്കോയുടെ ചുമതലയിലുള്ള ബോയ്സ് ഹോസ്റ്റൽ, അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഇവ രണ്ടും ഈ ഡിസംബർ 2020 ഡിസംബർ 31 പൂർത്തീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ വർക്കും അങ്ങനെയുള്ളത് ശേഷിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് താമസിക്കുന്നതിന് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പൂർത്തീകരിക്കുന്നത് അവർ അറിയിച്ചിട്ടുണ്ട്. ഗേൾസ് ഹോസ്റ്റലും അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ജനുവരി 31, 2022 പൂർത്തീകരിക്കണം എന്ന് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അതും അവർ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ
കാത്ത് ലാബ് സംവിധാനവും കാർഡിയോളജി വിഭാഗവും മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനവും കൂടുതൽ കാര്യക്ഷമമാക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോളേജുകൾ മഞ്ചേരിയിലും പാരിപ്പള്ളിയിലും തുടങ്ങുന്നതിനായി ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കും. ഇതിനായി എത്രയും നടപടി സ്വീകരിക്കും. ജനങ്ങൾക്ക് മികച്ച ചികിത്സയും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസവും ലഭ്യമാക്കുന്ന കേന്ദ്രമായി മഞ്ചേരി മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കും. കോവിഡ് ഇതര ചികിത്സയ്ക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ജില്ലയിലെ മറ്റ് സർക്കാർ ആശുപത്രികളിലും മികച്ച സൗകര്യങ്ങൾ ഒരുക്കും. മറ്റു കാര്യങ്ങൾ പരിശോധിച്ച സമയബന്ധിതമായി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം, ഇതുവരെ അതൊരു UG കോഴ്സുകൾ മാത്രമാണ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഇതൊരു PG കോഴ്സുകൾ കൂടി ഈ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 3 ഡിപ്പാർട്ട്മെന്റുകളിലാണ് ENT, ഒഫ്താൽമോളജി, അതുപോലെ ഡെർമറ്റോളജി. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ജില്ലയിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി അത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. യോഗത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശ തോമസ്, ADM NM മെഹർ അലി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ റംല BV തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ മേലേപ്പാടം മുത്തനാരിപ്പാടം റോഡ് യാഥാർത്ഥ്യമായി. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. താനൂർ നഗരസഭ 11ാം ഡിവിഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച മേലേപ്പാടം മുത്തനാരിപ്പാടം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ തന്നെ, നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള നഗരസഭയിൽപ്പെട്ട ഒന്നാണ് താനൂർ. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നഗരസഭയുടെ ഭരണമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി താല്പര്യമോ ഒന്നുമല്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാവണം. അതൊരു പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം നിർവഹിക്കുക എന്നതിൻ്റെ അപ്പുറം ഇതിൽ മറ്റൊരു കാര്യങ്ങളും ഇല്ല. അത് ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം കൃത്യമായി പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പണത്തിന്റെ ലഭ്യതക്കനുസരിച്ച് ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മുടെ താനൂർ ഹാർബറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 14 കോടി രൂപ മിനിയാൻ നമുക്ക് നബാർഡ് അനുവദിച്ചിട്ടുണ്ട്. ആ 14 കോടി രൂപ ഉപയോഗിച്ച് പൂർണ്ണമായും കേരളത്തിലെ ഏറ്റവും നല്ല സൗകര്യമുള്ള ഹാർബറായി നമ്മൾ താനൂരിൽ മാറ്റാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിട്ടാണ് 176 മീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PB ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഓരോ പ്രദേശം അതിൻ്റെതായ രീതിയിൽ സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട്. ഓരോ ഒഴിഞ്ഞുകിടന്ന പ്രദേശത്തും നാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഓരോ ആളുകളുടെ കുടുംബങ്ങളൊക്കെ വേർതിരിഞ്ഞ് പുതിയ പുതിയ വീടുകളും പുതിയ വാസസ്ഥലങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വാസസ്ഥലങ്ങളിലേക്ക് നടപ്പാതകളോ അല്ലെങ്കിൽ പൊതുവഴികളോ മാത്രമാണ് അവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ളത്. അതിനെ വികസിപ്പിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റോഡിന് കോൺക്രീറ്റ് ആയാലും ടാറിംഗ് ആയാലും നല്ല രീതിയിൽ അതിനെ അവതരിപ്പിച്ച് കിട്ടുക എന്നുള്ളത് ഓരോ പ്രദേശത്തുകാരുടെയും വലിയ ആഗ്രഹമാണ്. കൗൺസിലർമാരായ മൻസൂർ, PT അക്ബർ, രുക്മിണി സുന്ദരൻ, മുൻ കൗൺസിലർമാരായ PT ഇല്യാസ്, K വിവേകാനന്ദൻ, സംഘടനാ പ്രതിനിധികളായ CP അശോകൻ, P സുന്ദരൻ, P നൌഷാദ്, ബാപ്പു വടക്കയിൽ, മുസ്തഫ ഓടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വാഗൺ കൂട്ടക്കൊലയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ ഓർമ്മകൾ പുതുക്കി മുത്തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയും പ്രദേശവാസികളും ചേർന്ന അനുസ്മരണ പരിപാടിയും അന്നദാനവും സംഘടിപ്പിച്ചു. വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ ഓർമ്മകൾ പുതുക്കി തിരുക്കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ അന്നദാനവും മൗലൂദ് സദസ്സും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. വാഗൺ കൂട്ടക്കൊലയിൽ രക്തസാക്ഷിയായ ചമ്മലശ്ശേരി കുരുവമ്പലം സ്വദേശി ഇരിക്കുപ്പറമ്പിൽ സെയ്തലവിയുടെ പേരമകൻ ഹംസയുടെ സഹോദരപുത്രന്മാരായ ഇബ്രാഹിം ഷെറിൻ എന്നിവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട് കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ മറവ് ചെയ്യപ്പെട്ടുള്ള എരിക്കുംപറമ്പിൽ സെയ്താലി എന്നവരുടെ പേരക്കുട്ടിയും ഞാൻ പേരക്കുട്ടിയുടെ മകനുമാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠനും പിന്നെ അമ്മായിയുടെ മക്കളും എൻ്റെ എളാപ്പയും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ 3 വർഷമായിട്ട് ഞങ്ങൾ വരാറുണ്ട്. പിന്നെ 100ാമത്തെ വാർഷികം അറിയിച്ചപ്പോൾ ഞങ്ങൾ എത്തിയതാണ്. ഇന്നത്തെ അവസ്ഥ അതിന് വളരെ മോശമായിട്ടാണ് ഇന്ന്
ലോകം ഇതിനെ കാണുന്നത്. കാരണം പല ജാതികളുടെ പേരുകളും ഇതിൻ്റെ പേരിൽ ചുമത്തിക്കൊണ്ട് മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു മാപ്പിളകടക്കാരായിട്ട് മാറി അങ്ങനെയാണ് നമ്മൾ മറ്റുള്ള പാർട്ടിക്കാരായിട്ടൊക്കെ മോശമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രചാരം. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഇവർ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മാത്രം പോരാടിയ ആൾക്കാരാണ്. കിഴക്കാങ്കുന്നത്ത് അഷ്കർ, ഈസ്റ്റൺ അലി, മുഹമ്മദ് ലെനിൻ, അബ്ദിഹാജി, മൻസൂർ അഹമ്മദ് എന്ന ബാവ, MP മൊയ്തു ഷാ, ഖാദർ കോരങ്ങത്ത, പൊന്തല അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വാഗൺ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവരുടെ സ്മരണ പുതുക്കുന്ന ഒരു ദിവസമാണെന്ന്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവരെ പേരമക്കൾ ഈ പരിപാടിയിൽ സന്നിഹിതരാവാറുണ്ട്. ഇപ്രാവശ്യവും അവരും വളരെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇതൊരു പൊതുപരിപാടിയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് സംഗമിക്കുന്ന ഒരു നല്ലൊരു പൊതുപരിപാടിയാണ്. 100ാം വാർഷികം ആയതുകൊണ്ട് ഇത്തിരി നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നദാനം നടക്കും. അത് കഴിഞ്ഞാൽ ഈ ചരിത്ര സംഭവത്തിൻ്റെ ഒരു വിശദീകരണ ക്ലാസ്, അതുപോലെ തന്നെ ഈ മരണപ്പെട്ടവർക്ക് പ്രാർത്ഥനാ സദസ്സ് എന്ന് വേണ്ട നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ 100ാം വാർഷികത്തോടു കൂടിയിട്ട് ഈ മഹല്ല് കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഒരു ഇടവേള. രാജ്യത്തിന്റെ ദേശീയ പൈതൃകത്തെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. തിരുനഗരസഭ സുവർണ ജൂബിലിയുടെയും വാഗൺ കൂട്ടക്കുരുതിയുടെയും 100ാം വാർഷിക ഭാഗമായി സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുവർണ ജൂബിലിയുടെ ഭാഗമായി മുൻകാല ജനപ്രതിനിധികൾക്കും വിദ്യാർത്ഥി പ്രതിഭകൾക്കും ആദരമൊരുക്കി. രാജ്യത്തിന്റെ ദേശീയ പൈതൃകത്തെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. ധീരന്മാരോട് നേരിട്ട് പോരാടിയ ചരിത്രം സാമ്രാജ്യത്വവാദികൾക്കില്ല. ചതിയിലൂടെ മാത്രമേ അവർ ധീരന്മാരെ നേരിട്ടിട്ടുള്ളൂവെന്നും തിരുനഗരസഭ സുവർണ ജൂബിലിയുടെയും വാഗൺ കൂട്ടക്കുരുതിയുടെയും 100ാം വാർഷിക ഭാഗമായി തിരുനഗരസഭ നടത്തിയ ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ന് പഠിപ്പ് സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ നാടിൻ്റെ കാര്യം, സമൂഹത്തിൻ്റെ കാര്യമൊക്കെ ഏറെക്കുറെ ചോർന്നുപോയി. വേറൊരു ഏർപ്പാടായി മാറുന്ന കാലത്ത് ഈ നാടെങ്ങനെ രൂപപ്പെട്ടു, തിരൂരെങ്ങനെ രൂപപ്പെട്ടു, കോരങ്ങത്ത് മൈതാനിയുടെ കോരിത്തരിപ്പ് എന്താണ്, കോരങ്ങത്ത് ഖബർസ്ഥാൻ്റെ അടുക്കലൂടെ പോകുമ്പോഴുള്ള കോരിത്തരിപ്പ് എന്താണ്, എന്താണ് ഈ വാഗൺ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ടൗൺ ഹാള്? ഇതുപോലെ കൗതുക വസ്തുവാണോ? ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? പുതിയ തലമുറ പഠിക്കട്ടെ. അതിനൊറ്റ വഴിയുള്ളൂ, ചരിത്രബോധം. കുപ്രചരണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് വൈകാരികമായിട്ടല്ല, അതിൻ്റെ ആവശ്യമില്ല. ബൗദ്ധികമായിട്ടാണ്, ബുദ്ധിപരമായിട്ടാണ്, പ്രബുദ്ധമായിട്ടാണ്. അസത്യങ്ങളെ സത്യങ്ങളെ കൊണ്ടാണ്, ദുർവ്യാഖ്യാനങ്ങളെ വ്യാഖ്യാനത്തെ കൊണ്ടാണ്. ചരിത്രത്തെ നിഷേധിക്കുന്നതിനെ ചരിത്രത്തെ സ്ഥാപിച്ചുകൊണ്ടാണ്. പുതിയ തലമുറ ചരിത്രം ഭൗതികമായി പഠിക്കണം. വാഗൺ കൂട്ടക്കൊലയെ മതത്തിന്റെ കണ്ണടം വെച്ച് കാണരുത്. മഹാത്മാഗാന്ധിയോടുള്ള പക ഇപ്പോഴും അവർക്ക് തീർന്നിട്ടില്ല. മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ മാത്രമല്ല, രാജ്യശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പോലും പ്രധാന ഇടങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്യുകയാണെന്നും സമദാനി പറഞ്ഞു. നമ്മുടെ നാടിൻ്റെ ഐക്യവും മമതയും മൈത്രിയും കാക്കാൻ ചരിത്രത്തെ കൂട്ടുപിടിക്കാം. വെറുതെ അല്ല, ദുർവ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. എല്ലാതെ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് പഠിക്കട്ടെ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ കൈലാസ മന്ദിരത്തിൻ്റെ ഗേറ്റ് കാണാൻ വിട്ടുപോകരുത്. നടുവിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം, ഒരു ഭാഗത്ത് ചന്ദ്രക്കലയിൽ അള്ളാഹു എന്ന് അറബി കയ്യെഴുത്ത് കലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം, മറുഭാഗത്തൊരു കുരിശും. അത് വെച്ച PS വാര്യരെ കാണുക. വെറും വൈദ്യവും വൈദ്യമന്ദിരവും സ്ഥാപിച്ച PS വാര്യരെ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലെ കോട്ടക്കലെ പ്രധാനപ്പെട്ട ജുമാ മസ്ജിദിന്, ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു പ്രദേശം നിങ്ങൾക്ക് പറയണം, അവിടുത്തെ ജുമാ മസ്ജിദിന് മിമ്പർ പണിയിച്ചു കൊടുത്ത PS വാര്യരെ കാണുക. ഓരോ വെള്ളിയാഴ്ചയും ഇമാം കയറി നിൽക്കുന്നത് വാര്യർ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്ത മിമ്പറിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനാണ്. ഇതാണ് ഇന്ത്യ, നിലനിൽക്കുന്ന ഇന്ത്യ, നിലനിർത്തേണ്ട ഇന്ത്യ, മതേതര ഹൃദയത്തെ ഒരു കാലത്തും കൈയൊഴിക്കാത്ത ഗാന്ധിയുടെ ഇന്ത്യ, ആ ശോഭിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യയെ നിലനിർത്താൻ ഉള്ള പരിശ്രമത്തിൽ വൈജ്ഞാനികമായ പങ്ക് വഹിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. തിരുനഗരസഭാ ചെയർപേഴ്സൺ AP നസീം അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം തലവൻ പ്രൊഫസർ P ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി.
ടി സുരേന്ദ്രൻ, അജിത് കോളാടി, ഉസ്മാൻ താമരത്ത് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ചരിത്രത്തിനെ സത്യസന്ധമായിട്ട് പഠിക്കാൻ നമ്മൾ വ്യാപൃതരാകണം. കുട്ടികളെ, വളർന്നു വരുന്ന ലോകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. വിഭാഗീയതയുടെ ലോകത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ഐക്യബുദ്ധിയുടെ ലോകത്തിലാണ്, ഭേദബുദ്ധിയുടെ ലോകത്തിലല്ല. ആ ഐക്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ വളരുമ്പോൾ നിങ്ങളിലുള്ള മനുഷ്യനെ തിരിച്ചറിയുക. വരിയേങ്ങുന്ന താമദ് ഗാജിയും നാരായണ മേനോനും അലി മുസ്ലിയാരും അങ്ങനെയുള്ള യുഗപുരുഷന്മാര് ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഒരു ശുദ്ധ ബ്രാഹ്മണനായ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് കുതിരവണ്ടിയിൽ കെട്ടിവലിച്ച് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലം വരെ റോട്ടിലൂടെ അദ്ദേഹത്തിനെ വലിച്ചിഴച്ചിട്ടും അദ്ദേഹം പതറിയില്ല, തളർന്നില്ല. അതാണ് രാജ്യസ്നേഹം, അല്ലാതെ സംഘപരിവാർ തരുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരല്ല രാജ്യസ്നേഹം. വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സലാമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദരവ് പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ രൂപീകൃതമായതു മുതലുള്ള ജീവിച്ചിരിപ്പുള്ള 100-ലധികം ജനപ്രതിനിധികളെയാണ് ആദരിച്ചത്. പൊന്നാനി മാറഞ്ചേരി പാടശേഖരങ്ങളിൽ ദേശാടന പക്ഷികളെ വേട്ടയാടുന്ന സംഘം സജീവം. ഇര, കരിങ്കൊക്ക്, വെള്ളക്കൊക്ക് ഇനങ്ങളിൽപ്പെട്ട ദേശാടന കിളികളെ വ്യാപകമായി വേട്ടയാടുന്നതായാണ് പരാതി. വേട്ടക്കാരെ കണ്ടെത്താൻ മുഴുവൻ സമയവും പരിശോധന നടത്താൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഇളയടത്ത് പറഞ്ഞു. മാറഞ്ചേരി പഞ്ചായത്തിലെ താമശ്ശേരി, മാറാടി, വടമുക്ക് തുടങ്ങിയ മേഖലകളിലാണ് വ്യാപകമായി ഇരണ്ട വർഗത്തിൽപ്പെട്ട പക്ഷികളെയും കരിങ്കൊക്ക്, വെള്ളക്കൊക്ക് എന്നീ പക്ഷികളെയും വേട്ടയാടുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. പ്രകൃതി സംരക്ഷണ പ്രവർത്തകരുടെ ഇടപെടൽ മൂലം ഏറെക്കാലമായി നിർത്തിവെച്ച പക്ഷിവേട്ട കുറച്ചു ദിവസമായി മേഖലയിൽ സജീവമായതായാണ് പരാതി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 100 കണക്കിന് പക്ഷികളെ ഇത്തരത്തിൽ വേട്ടയാടി പിടിച്ചതായി വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പടപ്പ് പോലീസും മാറഞ്ചേരി പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരും അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനംവകുപ്പിന് ലഭിച്ച പരാതിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ സ്ക്വാഡായി തിരിഞ്ഞ് പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഉടൻ യോഗം ചേർന്ന് സ്ക്വാഡ് രൂപീകരിച്ച് മുഴുവൻ സമയവും പരിശോധന കർശനമാക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഇളയടത്ത് പറഞ്ഞു. നമ്മളവിടെ സ്ഥലം സന്ദർശിക്കണ്ടായി. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമയത്തൊക്കെ തന്നെ അന്വേഷണം ഉണ്ടാവുകയും പരിശോധന ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആരുടെ ഇടപെടൽ മൂലം അവരെ ഒഴിവാക്കി കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രീതിയിലുള്ള 6 മാസത്തെ തടവ് അടക്കം പ്രതീക്ഷിക്കാവുന്ന കേസായിട്ട് മാറുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറണം എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾക്കാണെന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ മുറക്ക് അവരെ സംരക്ഷിക്കാനുള്ള ഇതും കൂടി ചുമതലയും കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മൃഗീയമായ സ്വഭാവം നമ്മളിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്. അങ്ങനെ ആവട്ടെ, ഇത് അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ആക്റ്റുകളും നിയമങ്ങളും ഒക്കെ തന്നെ അറിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരാൾക്ക് ഇളവ് ചെയ്തു കൊടുക്കുന്നതല്ല. നവംബർ മാസം അവസാനത്തോടെ കോൾ നിലങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുവരെ ദേശാടന പക്ഷികൾ വിരുന്നെത്തും. തൂവൽ കൊഴിച്ച് കൂടുകെട്ടി അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതിനാണ് ഇവ എത്തുന്നത്. വെള്ളം വറ്റുന്നതിന് തൊട്ടു മുൻപായി പാടത്തെ പായലിലും ചണ്ടിയിലും പുല്ലുകൾക്ക് മുകളിൽ പുല്ലുകൊണ്ട് കൂടൊരുക്കി അതിൽ തൂവൽ കൊണ്ട് മെത്ത വിരിച്ചാണ് പക്ഷികൾ കൂടൊരുക്കുന്നത്. ഇപ്പോൾ കൂടുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയമേ ആയിട്ടുള്ളൂ. പക്ഷികൾക്ക് തൂവൽ മുളച്ച് പറന്നു പോകുന്ന സമയവുമായിട്ടില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് കണ്ണാടി വലകളും എയർ ഗണ്ണും ഉപയോഗിച്ച് വ്യാപകമായി വേട്ട നടക്കുന്നത്. റോഡിൽ പൊലിഞ്ഞ ജീവനുകളെ ഓർമ്മിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വിക്ടിംസ് ഡേ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ റോഡപകടങ്ങളിലെ രക്ഷാപ്രവർത്തകരും അപകടത്തിൽപ്പെട്ടവരും പങ്കെടുത്തു. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എല്ലാ വർഷവും നവംബറിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് ട്രാഫിക് വിക്ടിസം ഡേ ആയി ആചരിക്കുന്നത്. 44 പേരുടെ ജീവനുകളെടുത്ത കേരളത്തെ നടുക്കിയ പൂക്കിപ്പറമ്പ് വെച്ചാണ് ഓർമ്മദിനം സംഘടിപ്പിച്ചത്. തിരുവങ്ങാടി ജോയിന്റ് RTO MP അബ്ദുൽ സുബൈർ റോഡപകടങ്ങളിൽ മരിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് സുരക്ഷിത യാത്രയുടെ ബോധവൽക്കരണം നൽകി. MVIM K പ്രമോദ് ശങ്കർ റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MVMIമാരായ K സന്തോഷ് കുമാർ, K അശോക് കുമാർ, ട്രോമോ കെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ റോഡ് ഉപഭോക്താക്കൾക്ക് സുരക്ഷിത യാത്രകൾക്ക് വേണ്ടിയുള്ള കൈപ്പുസ്തകം ജോയിന്റ് RTO MP അബ്ദുൽ സുബൈർ വിതരണം ചെയ്തു. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ബന്ധുക്കളോ ബന്ധുമിത്രാദികളോ ഈ പരിസരവാസികളോ 41ഓളം ആളുകളാണ് സ്പോട്ടിൽ ബന്ധുമരിക്കുകയും ചെയ്തത്. നിങ്ങളുടെ ഈ നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ കുട്ടിക്കാലം 2 വയസ്സോ 3 വയസ്സോ ആയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ചിലവർക്ക് ജനിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ ഏതായാലും ഈ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് വേൾഡ് തലത്തിൽ തന്നെ ഇങ്ങനെ ലോകത്തുള്ള വിക്ടിംസിന് വേണ്ടി അവരുടെ ആ ദുരന്തത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വിക്ടിംസ് ഡേ ആചരിച്ചു വരുന്നത്. കാര്യങ്ങളായിട്ടൊന്നുമില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ
ഇനിയും ഇത്തരത്തിലൊരു ദുരന്തം ഭാവിയിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് തിരുരങ്ങാടി താലൂക്കിലെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഉദ്യോഗസ്ഥർ അപകടരഹിത മലപ്പുറം എന്ന ലക്ഷ്യം വെച്ച റോഡ് സുരക്ഷാ ബോധവൽക്കരണം നൽകി. ഒടൂർ മഹിളാ സഹകരണ സംഘത്തിന്റെ വാർഷിക കലോത്സവമായ കലാസന്ധ്യയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രിയദർശിനി 2021 ഒടൂർ പഞ്ചായത്ത് അംഗം ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒടൂർ മഹിളാ സഹകരണ സംഘത്തിന്റെ വാർഷിക കലോത്സവമായ കലാസന്ധ്യയുടെ പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രിയദർശിനി 2021 ഗ്രാമപഞ്ചായത്ത് അംഗം ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ വനിതാ സംഘം രൂപീകരിച്ച സമയത്ത് വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സംശയം പോലെ, കാരണം നമ്മളെ മുമ്പിൽ കുറേ കാണാത്ത നേരത്തെ ഉണ്ടായിരുന്ന കുറേ മുഖങ്ങളെ കാണുന്നില്ല. എന്തായാലും അത്തരം ആരെങ്കിലും നമ്മളെ ഈ സംഘത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതൊരു വലിയ ശൃംഖലയാക്കി മാറ്റി അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്കൊരു പൊതുപരിപാടി വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഒഴൂർ പഞ്ചായത്തിൻ്റെ 16-ാം വാർഡ് ശക്തി കേന്ദ്രമായ നമ്മുടെ 16-ാം വാർഡിൽ വെച്ച് നല്ലൊരു പരിപാടി നടത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂട്ടായ്മയോടെ നല്ലൊരു പരിപാടി നടത്താം. ഗീതാനന്ദൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡ് അംഗം കെ നാരായണ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിസി വിജയ ചടങ്ങിൽ സംസാരിച്ചു. ഒഴൂരിലെ സ്ത്രീകളുടെ സൃഷ്ടിപരമായ കഴിവുകളെ സമാജത്തിന് ഉപയോഗപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയ വാഹനത്തിനെതിരെ നടപടി. തിരൂർ നഗരത്തിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ട മത്സ്യം കയറ്റി വന്ന ഇൻസുലേറ്റർ വാഹനത്തെ പോലീസ് തടഞ്ഞു. പിഴ ചുമത്തി. പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന വാഹനത്തെ തിരൂർ പൂങ്ങോട്ടുകളത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. മാലിന്യം റോഡിൽ ഒഴുക്കിവിട്ട വാഹനത്തെ പോലീസ് പിടികൂടി. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് മത്സ്യം കയറ്റി വരികയായിരുന്ന KL 04 AD 7373 നമ്പർ ഇൻസുലേറ്റർ വാഹനത്തിന്റെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് മത്സ്യവെള്ളം റോഡിലൂടെ പരന്നൊഴുകിയത്. വാഹനത്തെ പിന്തുടർന്ന യാത്രക്കാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരു പൂങ്ങോട്ടുകുളത്ത് വെച്ച് പോലീസ് വാഹനം പിടികൂടി. ഞങ്ങൾ ഈ റോഡ് സൈഡിലേക്ക് ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടറിയാം. ഞങ്ങളൊക്കെ റോഡ് സൈഡിൽ താമസിക്കുന്നതാണ്. ന്യൂസ് ആണെങ്കിലും ന്യൂസ് സെന്ററിൽ റോങ് പറയാണ്. ഞാൻ ചവിട്ടി നട്ടൽ ഓടിക്കും പറഞ്ഞ് പോലീസുകാരെ വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങാൻ കാണേണ്ടത് ആണല്ലോ കാണേണ്ടത്. പൂങ്ങോട്ടുകുളത്ത് പ്രദേശവാസികളും യാത്രക്കാരും പ്രതിഷേധിച്ചതോടെ ഏറെ സമയങ്ങൾക്കൊടുവിലാണ് പിഴയടച്ച് വാഹനം വിട്ടയച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുസ്ലിം ലീഗിൽ കൂട്ട നടപടി ഉണ്ടായേക്കും. നടപടി ഉടനെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S സലാം പറഞ്ഞു. താനൂർ, കോഴിക്കോട് സൗത്ത്, കളമശ്ശേരി എന്നിവിടങ്ങളിലെ തോൽവിയിലാണ് നടപടിക്ക് ശുപാർശയുള്ളത്. അഴീക്കോട്, കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത്, കളമശ്ശേരി, താനൂർ, തിരുവമ്പാടി മണ്ഡലങ്ങൾ നഷ്ടമായത് ജാഗ്രത കുറവ് കൊണ്ടാണെന്നാണ് അന്വേഷണ കമ്മീഷനുകളുടെ കണ്ടെത്തൽ. സിറ്റിംഗ് സീറ്റുകളിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് നടപടി വേണമെന്ന് അന്വേഷണ കമ്മീഷനുകൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. തോൽവി സംബന്ധിച്ച് റിപ്പോർട്ട് ലഭിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള PM S സലാമും വ്യക്തമാക്കി. മേൽപ്പറഞ്ഞ സീറ്റുകളിൽ സംഘടനാ വീഴ്ചയുണ്ടായതായി അന്വേഷണ കമ്മീഷനുകൾ പരാമർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് 27-ന് ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യും. ഇതിനുശേഷമാകും ഭാവി നടപടികൾ തീരുമാനിക്കുക. 12 മണ്ഡലങ്ങളിലെ പരാജയം സംബന്ധിച്ച റിപ്പോർട്ടാണ് ശനിയാഴ്ച ലഭിച്ചത്. അതേസമയം നേതൃത്വ നയപരമായ പ്രശ്നങ്ങൾ തിരിച്ചടിക്ക് കാരണമായത് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമില്ല. 12 നിയമസഭാ മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. ഒരു MLA-യും സംസ്ഥാന ഭാരവാഹിയും ഉൾപ്പെട്ട 12 കമ്മീഷനുകളെയാണ് പരാജയം പഠിക്കാൻ നിയോഗിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 മാസത്തിനു ശേഷമാണ് തോൽവിയുടെ കാരണം ചർച്ച ചെയ്യുന്നത്. അതേസമയം ലീഗിന്റെ തോൽവിക്ക് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാണ് പ്രധാന കാരണക്കാരനെന്ന സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവരുടെ വിമർശനം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തിരുനാവായ വാവൂർക്കുന്ന് SC കോളനിയിലെ ശ്മശാന ഭൂമി SC മോർച്ച നേതാക്കൾ സന്ദർശിച്ചു. SC കോളനിയിലെ ശ്മശാന ഭൂമി ചിലർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായി SC മോർച്ച ജില്ലാ പ്രസിഡന്റ് KC ശങ്കരൻ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുനാവായ വാവൂർക്കുന്ന് SC കോളനിയിലെ ശ്മശാന ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികളുടെ നീക്കത്തിനെതിരെ ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകുമെന്ന് SC മോർച്ച ജില്ലാ പ്രസിഡന്റ് KC ശങ്കരൻ പറഞ്ഞു. ശ്മശാന ഭൂമിയുടെ മുൻസ്ഥിതി നിലനിർത്തണമെന്നും അതിന് വേണ്ടതായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്മശാന ഭൂമി സന്ദർശന ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്മശാന ഭൂമി സംരക്ഷണ സമിതി പ്രസിഡന്റ് അയ്യപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി KP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് വാസു കൊട്ടപ്പുറം, ജയരാജൻ പൊന്നാനി, ശശി കറുകയിൽ, AP ചന്ദ്രൻ, M രഘുപാൽ, C രാജൻ, K പ്രമോദ്, രാജൻ കൊടക്കൽ, ദാമോദരൻ വാവൂർക്കുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു. ടീൻ ഇന്ത്യ താനാളൂർ ഏരിയ കൗമാര സംഗമം സംഘടിപ്പിച്ചു. പൊന്മുണ്ടം M
കൊയാമു സ്മാരക വെളിച്ചം വായനശാലയിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി താനാളൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ജലീൽ പൊന്മണ ഉദ്ഘാടനം ചെയ്തു. 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കരിയർ ധാർമ്മിക വളർച്ച ലക്ഷ്യം വെച്ച് ടീൻ ഇന്ത്യ താനാളൂർ ഏരിയ കൗമാര സംഗമം സംഘടിപ്പിച്ചു. പൊന്മണ്ഡം എം കൊയാമു സ്മാരക വെളിച്ചം വായനശാലയിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി താനാളൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ജലീൽ പൊന്മണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വലിയ ആശങ്കകളോടാണ് ജീവിക്കുന്നത്. ഈ ആശങ്കകളൊക്കെ അകറ്റി നല്ല ആത്മവിശ്വാസമുള്ള ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിപ്പ്, അതാണ് ടീൻ ഇന്ത്യയിലൂടെ അതിന്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഈ ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന, നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന നന്മ മരങ്ങളായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വിദ്യാർത്ഥികൾ ധാർമ്മികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന കഴിവുകൾ ആർജിക്കേണ്ടതുണ്ടെന്നും അതിന് ടീൻ ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന തലക്കെട്ടിൽ നാസർ അബ്ദുള്ള ചെറുകര മുഖ്യ പ്രഭാഷണം നടത്തി. ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ ഹമീദ് PM അധ്യക്ഷത വഹിച്ചു. പ്രമുഖ മോട്ടിവേറ്ററും NIT കോഴിക്കോട് IT അസിസ്റ്റന്റുമായ ജംഷീർ താനാളൂർ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. ടീൻ ഇന്ത്യ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ഹസ്ന, വിവിയൻ, ഇസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മഹിളാ സഹകരണ സംഘം വാർഷികാഘോഷം കലാസന്ധ്യ ഡിസംബർ 26, 27, 28 തീയതികളായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒരു മഹിളാ സഹകരണ സംഘം വാർഷികാഘോഷം കലാസന്ധ്യ 26, 27, 28 ദിവസങ്ങളായി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ കേന്ദ്ര നാളികേര വികസന ബോർഡ് മെമ്പർ K. നാരായണ മാസ്റ്റർ, തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രവീന്ദ്രൻ, മികച്ച വനിതാ കർഷക സുഷമ ജയപ്രകാശ് എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒഴൂർ മഹിളാ സഹകരണ സംഘം എന്ന പേരിൽ ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മയുടെ 2ാമത്തെ വാർഷിക പരിപാടിയാണ് കലാസന്ധ്യ 2021. ഈ വരുന്ന നവംബർ 27, 28, 29 തീയതികളിൽ ആണ് നടത്തപ്പെടുന്നത്. 3 ദിവസങ്ങളിലായി നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾ, അവരുടെ അമ്മമാർ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും ചേർന്നൊരു കുടുംബ കൂട്ടായ്മയായി തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വഴിതെറ്റാതെ വഴിവിടക്കാവാം എന്നതാണ് ആപ്തവാക്യമായിട്ട് എടുത്തിട്ടുള്ളത്. യുവ സാഹിത്യകാരി ബിജിഷ വിജയൻ, TP സുൽഫത്ത, കുമാരി വേദലക്ഷ്മി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ പ്രതിഭാ പോഷണ പരിപാടി ഫാന്റാസ്മെന്റ് പ്രശസ്ത സിനിമാ സംവിധായകൻ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ ES പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗിഫ്റ്റഡ് വിഭാഗം കുട്ടികൾക്ക് നൽകുന്ന തുടർ പരിശീലന പരിപാടിയാണ് ഫാന്റാസ്മെന്റ്. മികച്ച നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മുസ്തഫയെ ചടങ്ങിൽ ആദരിച്ചു. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ പ്രതിഭ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ലല്ലോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ, അവർ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല, ഇവർ പറഞ്ഞ മനസ്സിലാവില്ല, ഞാൻ പറയണത് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങി, സ്വന്തമായി ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ അനുകരിക്കാൻ തുടങ്ങി, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ എൻ്റേത് എന്നുള്ള രീതിയിലേക്ക് ഞാൻ അതിനെ കുറേ സമയം എടുത്തു. ഇത്രയും സമയം വേണ്ട ശരിക്കും നമ്മൾ വേറെ റൂട്ടിൽ പോവുകയാണെങ്കിൽ. അപ്പൊ ഇത്തരം നമ്മൾ സ്വകാര്യമായിട്ട് നമ്മുടെ ഉള്ളിനുള്ളിൽ ഇനിയും തട്ടി ഉണർത്താൻ കിടക്കുന്ന ഒരു പ്രതിഭ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾ അത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഗിൽറ്റ് ചെയ്യും, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളുടേതായ പ്രതിഭ എന്നുള്ള രീതിയിൽ നിങ്ങളെ തിരിച്ചറിയും. തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ KT വൃന്ദകുമാരി അധ്യക്ഷയായിരുന്നു. പ്രതിഭാ പോഷണ പരിപാടി കൺവീനർ രജി, എക്സിക്യൂട്ടീവ് അംഗം E. പ്രമോദ്, തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ HM ഫോറം കൺവീനർ അബ്ദുൽ മജീദ് പറങ്ങോടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ ഡയറ്റ് ഫാക്കൽറ്റി അസൻ K. രക്ഷാകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ TK റഷീദ്, പ്രതിഭാ പോഷണ പരിപാടി മുൻ കൺവീനർ രാമകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സന്തോഷ് കുമാർ, നവീൻ, ശൈലജ, അസൈന റെഡിക്കോഡ് എന്നിവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ വീണ്ടും കുറഞ്ഞ കോവിഡ് രോഗികൾ. 5080 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 53,892 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കേരളത്തിൽ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 5080 പേർക്കാണ് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 873 രോഗികളുള്ള എറണാകുളം ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ.
രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിലുള്ള കാസർഗോഡ് ജില്ലയിൽ 83 രോഗികളാണുള്ളത്. 24 മണിക്കൂറിനിടെ 53,892 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,92,768 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,87,604 പേരും വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 5,164 പേർ ആശുപത്രികളിലുമുണ്ട്. 269 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 40 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം അപ്പീൽ നൽകിയ 156 മരണങ്ങളുമടക്കം സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 37,495 ആയി. 4,776 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 28 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 252 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 24 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 7,908 പേരാണ് രോഗമുക്തരായത്. ഇതോടെ 58,088 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 50,04,786 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 203 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 4.55% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 198 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചു. 5 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. 4,467 സാമ്പിളുകളാണ് ജില്ലയിൽ പരിശോധിച്ചത്. അതേസമയം ജില്ലയിൽ ഇതുവരെ 45,60,51 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് വിതരണം ചെയ്തത്. 29,56,934 പേർക്ക് 1-ാം ഡോസും 16,03,117 പേർക്ക് 2-ാം ഡോസ് വാക്സിനും നൽകി. ഒരു മാസക്കാലമായി കൂരിയാടുകാരുടെ ഉറക്കം കെടുത്തിയ കാട്ടുപന്നി കെണിയിൽ വീണു. കൂരിയാട് മാതാട് തോടിന് സമീപമുള്ള വയലിനോട് ചേർന്നുള്ള കുഴിയിലാണ് കാട്ടുപന്നി വീണത്. വനവകുപ്പ് ജീവനക്കാരെത്തി കാട്ടുപന്നിയെ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് വേങ്ങര കൂരിയാട് മാതാട് തോടിന് സമീപത്ത് കാട്ടുപന്നിയെ പ്രദേശവാസികൾ കണ്ടെത്തിയത്. ആളുകളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട പന്നിക്കായി കാസ്മ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും തിരച്ചിൽ നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത വയലിനോട് ചേർന്നുള്ള കുഴിയിൽ വീണുകിടക്കുന്ന നിലയിൽ കാട്ടുപന്നിയെ കണ്ടത്. തുടർന്ന് നിലമ്പൂർ റാപ്പിഡ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറെ വിവരമറിയിക്കുകയും ഞായറാഴ്ച വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തുകയും ചെയ്തു. രാവിലെ 11 മണിയോടെ ഡിവൈആർഒ അംജിത്, BFO റിയാസ്, വാച്ചർ നിസാർ, ഡ്രൈവർ അനീഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപന്നിയെ കുഴിയിൽ നിന്ന് പുറത്തെത്തിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ കയറുപയോഗിച്ച് കെട്ടിയ ശേഷമാണ് കാട്ടുപന്നിയെ കുഴിയിൽ നിന്നെടുത്തത്. പിന്നീട് കവുങ്ങിൽ കെട്ടി കൊണ്ടുപോവുകയായിരുന്നു. കാട്ടുപന്നിയെ കൊടുമ്പുഴ സ്റ്റേഷനിലേക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. ക്ലബ്ബ് പ്രവർത്തകരായ അലി, അസീം, ഷബീർ അലി, അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഒരാഴ്ച മുമ്പ് കൂരിയാട് പനമ്പുഴ ഭാഗത്ത് നിരവധി വാഴകൾ കാട്ടുപന്നി നശിപ്പിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളം ഇവിടെ നമ്മളെ ഈ പരിസരത്ത് ഇവിടെ ഒരു പന്നിൻ്റെ ശല്യം ഉണ്ടെന്ന് നാട്ടുകാരെല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ഈ മാതാട് പ്രദേശത്ത് ആ പന്നി ഇവിടെ വന്ന് പെട്ട് എല്ലാവരും നാട്ടുകാരും നമ്മളെ കാസ്മ ക്ലബിൻ്റെ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് അത് തോട്ടിക്കരക്കി അവൾ കുയിൽ വീണ്. അതിൻ്റെ ശേഷം നമ്മൾ ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റ് അപ്പോൾ സാധനം നമ്മളവിടെ കെട്ടിട്ട് അപ്പോൾ ഇവിടെ കൃഷിക്കാർക്ക് എല്ലാവർക്കും ശല്യം ഉണ്ടായിരുന്നു അവരെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇന്നലെ മാതാട് പ്രദേശത്ത് വന്ന് നമ്മളെ കാസ്മ പ്രവർത്തകരും ഇവിടെയുള്ള നമ്മളെ കുറേ ആൾക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് അത് ഇന്നലെ ഇതാക്കിയത്. ഇന്ധനവില വർധന ജനങ്ങളെ കൊള്ള ചെയ്യുന്ന കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടി അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇന്ധനങ്ങളുടെ നികുതി കൊള്ള നടത്തി ദാരിദ്ര്യത്തിൽ പൊരുതിമുട്ടിയ പാവം ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടി പ്രതിഷേധിച്ചാണ് SDPI പഞ്ചായത്ത് തലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിലയുടെ നിയന്ത്രണാധികാരം സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര കേരള സർക്കാരുകൾ നികുതി കുറയ്ക്കുക, ഇന്ധനങ്ങളുടെയും പാചകവാതകങ്ങളുടെയും വില കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മണ്ഡലം സെക്രട്ടറി ഫിറോസ് നൂർ മൈതാനം, പഞ്ചായത്ത് ഭാരവാഹികളായ സുലൈമാൻ കുഞ്ഞലവി, റസാഖ് കല്ലൻ, നിസാർ ബാപ്പു, MK ഷിയാബ്, സലാം, റിയാസ് കുറ്റിപ്പാല, ഷാജി ഷാരഫ്, ഷിയാബ് പണക്കാട്, കുഞ്ഞിപ്പോക്കർ അരിക്കാട്, അൻവർ മൂലക്കൽ, അഷ്റഫ് മൂലക്കൽ തുടങ്ങിയവർ വിവിധങ്ങളിൽ നേതൃത്വം നൽകി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് PMAY ആവാസ് ദിനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഭവന പദ്ധതി ആവാസ് ദിനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ ഇന്ന് കരാർ വെക്കുകയാണ്. കരാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രവർത്തനം തുടങ്ങാം. സ്വാഭാവികമായി ഈ വീടുകൾ പൂർത്തീകരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ തവണ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വീടുകൾ കൊടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്താണ് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കുമാരൻ, തങ്കമണി, ഇസ്മായിൽ, അംഗങ്ങളായ മുഹമ്മദ് കോയ, ആനി ഗോഡ്ലിഫ് എന്നിവർ സംസാരിച്ചു. ഭവന നിർമ്മാണ ഗുണഭോക്താക്കൾക്ക് ഹൗസിംഗ് ഓഫീസർ S
അനീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്ത്രീകളിൽ ഒരു വീട് എന്നുള്ള സങ്കല്പം ഉണ്ടാകുമ്പോൾ അവരുടെ നിലവിലുള്ള സ്റ്റാറ്റസ് അവർ മനസ്സിലാക്കാതെ തൊട്ടടുത്ത വീടുകളിലോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന വീടുകളിലേക്കുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് അവർ പോവുക. മറ്റുള്ള അടുത്തുള്ള ഒരു അയൽവാസിയുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു വീട് നമുക്ക് നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു ദുരാഗ്രഹമാണോ അത് ആഗ്രഹമാണോ? ആ ആഗ്രഹം നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ സാമ്പത്തിക സ്രോതസ് മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വീട് പണി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സുരേഷ് കുമാർ സ്വാഗതവും പീതാംബരൻ നന്ദിയും പറഞ്ഞു. താനൂർ മൂലക്കൽ ജനതാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ തിങ്കളാഴ്ച സൗജന്യ പോസ്റ്റ് കോവിഡ് മെഡിക്കൽ ക്യാമ്പ് നടക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന ക്യാമ്പിന് പ്രശസ്ത ശ്വാസകോശ രോഗവിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ജമാൽ നേതൃത്വം നൽകും. അന്നേ ദിവസം സൗജന്യ ഷുഗർ പരിശോധനയുണ്ടായിരിക്കും. ബുക്കിംഗിനായി 0492422138 6235101111 നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0494224138 6235101111. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്ര സമരങ്ങളെ അപഹസിക്കുന്നത് ഭൂഷണമല്ലെന്ന് കുറുക്കുളി മൊയ്തീൻ MLA. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പുരുഷ ഹോസ്റ്റലും അനധ്യാപക ക്വാർട്ടേഴ്സും ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കും. മെഡിക്കൽ കോളേജിൽ മന്ത്രി സന്ദർശനം നടത്തി. രാജ്യത്തിന്റെ ദേശീയ പൈതൃകത്തെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്ന് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. മാലിന്യം റോഡിലൊഴുക്കിയ വാഹനത്തിനെതിരെ നടപടി. തിരൂർ നഗരത്തിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ട മത്സ്യം കയറ്റിവന്ന ഇൻസുലേറ്റർ വാഹനത്തെ പോലീസ് തടഞ്ഞു. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം 5000-ലെത്തി. 5080 പേർക്ക് കോവിഡ്. ആകെ മരണസംഖ്യ 37,495 7908 പേർക്ക് രോഗമുക്തി. മലപ്പുറം ജില്ലയിൽ 203 പേർക്ക് രോഗബാധ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.